ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. എന്തുകൊണ്ടാണ് കുളിച്ചതിന് ശേഷം ഇട്ട വസ്ത്രം തന്നെ ഇട്ടാല് ദാരിദ്ര്യം വരുമെന്ന് പറയുന്നത്? കുളി കുളി ചന്ദ്രന്റെ ചന്ദ്രന്റെ കർമ്മത്തിൽപ്പെട്ടാണ്. ചന്ദ്രന്റെ ഒരു ടാസ്ക് ആണ്. ശനി, ഉച്ചനായ ശനി എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ഉച്ചനായ ശനി എന്ന് വേണമെങ്കിലും പറയാം. വെള്ളം ചന്ദ്രന്റെ കാരകത്വത്തിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ വെള്ളത്തില് ശരീരം ചന്ദ്രന്റെ കാരകത്വം ആയതുകൊണ്ട് കുളി എന്ന് പറയുന്നത് ചന്ദ്രൻ പോസിറ്റീവ് ആകുന്ന ഒരു കാര്യമാണ്. അപ്പോ ചന്ദ്രന്റെ ടാസ്ക് ആയിട്ടുള്ള കുളി, അതിനുശേഷം നമ്മൾ ഇടുന്ന വസ്ത്രം എന്ന് പറയുന്നത് ചന്ദ്രന്റെ കാരകത്വമാണ്. എന്നാൽ മലിനമായ വസ്ത്രം അല്ലെങ്കിൽ ഇട്ട വസ്ത്രം എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പൊ ഇവിടെ ചന്ദ്രൻ ശനി കോമ്പിനേഷൻ, ചന്ദ്ര പ്ലസ് ശനി ചേർക്കേ വരും. ചന്ദ്ര ശനി ചേർക്കയാണ് അവിടെ വരുന്നത്. കുളി കഴിഞ്ഞിട്ട് മലിന വസ്ത്രം ഇടുന്നത്. ചന്ദ്രനും ശനിയും കൂടി ചേർന്ന് കഴിഞ്ഞാല് ദാരിദ്ര്യം എന്നാണ് സിദ്ധൻ അസ്ട്രോളജി പ്രകാരമുള്ള ഒരു കോമ്പിനേഷൻ. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രനും ശനിയും ഉണ്ടെങ്കിൽ ചന്ദ്രൻ പ്ലസ് ശനി പുനർപ്പു എന്ന് പറയുന്ന ഒരു ദോഷമാണ്. അത് യോഗമാവുന്ന എപ്പോഴൊക്കെയെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പുനർപ്പു വന്നാൽ ദാരിദ്ര്യം വരും. പ്രധാനപ്പെട്ട കാരണം രോഗം വരും. ദാരിദ്ര്യത്തിന് കാരണം രോഗം വരും. ഒരു ഗ്രഹനില വരച്ചാൽ ആ ഗ്രഹനിലയില് ലഗ്നാൽ 6 ചന്ദ്രൻ ശനി കോമ്പിനേഷൻ മാതിരി ആയിരിക്കും ഇത്. ലഗ്നാൽ 6 ചന്ദ്രൻ ശനി കോമ്പിനേഷൻ. കാര്യം 4ാം ഭാവത്തിന്റെ അധിപനായ, ഇത് ചന്ദ്രന്റെ വീടാണ്. 4ാം ഭാവത്തിന്റെ അധിപനായ ചന്ദ്രന്റെ കർമ്മം, ആക്ഷൻ മാറിപ്പോയിരിക്കുന്നു രോഗസ്ഥാനത്ത്. ഇവിടെ 10ാം ഭാവത്തിന്റെയും 11ാം ഭാവത്തിന്റെയും കണക്ഷൻസ് വരും. ഇത് അത്രയും ഡീപ്പായിട്ട് പോകണ്ട. ഇത് കാലചക്രത്തിന്റെ ബേസിൽ പറഞ്ഞാണ് രോഗം വരുമെന്നും ദാരിദ്ര്യം വരുമെന്നും. കാലപുരുഷന്റെ തത്വം അറിയാമെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ കുളിച്ചിട്ട് ഇട്ട വസ്ത്രം തന്നെയാണ് ഇടുന്നതെങ്കിൽ ആ വസ്ത്രത്തിൽ രോഗാണുക്കളും ഡെഡ് സെൽസും എല്ലാം ഉണ്ടാവും. വീണ്ടും ശുദ്ധമായതിനു ശേഷം ഈ ഡെഡ് സെൽസ് ഒക്കെ ബോഡിയിലേക്ക് വീണ്ടും വന്നു ചേരാനും രോഗാണുക്കൾ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനും ഇടയാകും. വേർത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ബോഡിക്ക് സാധാരണ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് സോപ്പ് തേച്ച് ആണ് കുളിക്കുന്നതെങ്കിൽ കുറച്ച് നല്ല ബാക്ടീരിയകൾ തൊലിപ്പുറത്തുള്ളതൊക്കെ ചത്തുപോകും. എന്നിട്ട് അതിനുശേഷം മലിനമായ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് സംഭവം ആ മാലിന്യം അകത്ത് പോകാൻ ഈസി ആയിരിക്കും. കാര്യം നല്ല ബാക്ടീരിയകൾ ഈ രോഗാണുക്കളെ ചെറുക്കുന്നതിന് ഉള്ള ആ ഒരു കാര്യം ചെയ്യാൻ അവിടെ ഉണ്ടാവില്ല സോപ്പിട്ടൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കുളിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. അത് പ്രത്യേകിച്ചും രാത്രിയാണെങ്കിൽ കുളിച്ചാൽ വസ്ത്രം മാറിയിരിക്കണം, അടിവസ്ത്രം കൂടി മാറിയിരിക്കണം. ഇത് ജ്യോതിഷപരമായാൽ ശനി ചന്ദ്രൻ ചേർക്കെ പുനർപ്പു ദാരിദ്ര്യം രോഗം വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇത് പണ്ട് സിദ്ധറുകൾ പറഞ്ഞു വെച്ചാൽ രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകും, പണം ചെലവാകും, ദാരിദ്ര്യം വരാനുള്ള കാരണമായി തീരും. 1 or 2 പ്രാവശ്യമൊക്കെ എപ്പോഴെങ്കിലും ഇനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നേക്കാം. ഇനി മേലാല് ഇത്തരം കാര്യങ്ങൾ ദാരിദ്ര്യവും രോഗവും വരണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പൊ ഇന്നേക്ക് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.